الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي يا أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ഏറ്റവും സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധിവിലക്കുകൾക്കനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കണമേ എന്ന് ആദ്യമേ എന്നോടും തുടർന്ന് നിങ്ങളോടും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മൾ ഓരോരുത്തരും റബ്ബിലേക്ക് പോകാനുള്ള സമയം അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ജീവിച്ച ഈ കാലമത്രയും ഇനി ജീവിക്കുമോ എന്ന് ആർക്കും അറിയില്ല. ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ആഗ്രഹം നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന നമുക്ക് ഈ അനുഗ്രഹങ്ങൾ മുഴുവൻ തന്ന അല്ലാഹു സുബ്ഹാനഹു തആലയെ കണ്ടുമുട്ടുക എന്നതാണ്. ആ ആഗ്രഹം സഫലമാകുവാൻ അല്ലാഹു പഠിപ്പിച്ച ഒരു മാർഗം സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കലാണ്. അല്ലാഹു തആല നമ്മൾ വെള്ളിയാഴ്ചകളിൽ ഓതുന്ന സൂറത്തുൽ കഹ്ഫിലൂടെ സൽക്കർമ്മം പാലിക്കുന്നവരോടുള്ള നിർദ്ദേശങ്ങൾ പറയുന്നുണ്ട്. ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുകും യൂഹാ ഇലയ്യ അന്നമാ ഇലാഹുകും ഇലാഹുൻ വാഹിദ് ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി ഫൽയഅമൽ അമലൻ സ്വാലിഹാ വലാ യുശ്രിക് ബിഇബാദതി റബ്ബിഹി അഹദാ. നബിയെ പറയുക, ഞാൻ നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യൻ മാത്രമാകുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യൻ മാത്രമാകുന്നു. നിങ്ങളുടെ ആരാധനക്കർഹൻ അല്ലാഹു മാത്രമാണെന്നും എനിക്ക് വഹി നൽകപ്പെട്ടിരിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകത എന്താണ്? വഹിയുണ്ട്. പ്രവാചകനാണ്. അല്ലാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന വഹിയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ചിട്ടുള്ളത്. അതിൻ്റെ കീഴെയുള്ള ഏത് കാര്യമായാലും എല്ലാ നിർദ്ദേശങ്ങളും അല്ലാഹുവിനെ ആരാധിക്കുന്നതിലേക്കാണ് ചെന്നെത്തുന്നത്. അതിനാൽ വല്ലവനും രക്ഷിതാവിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ സൽക്കർമ്മം പ്രവർത്തിക്കുകയും
തൻ്റെ രക്ഷിതാവിനുള്ള ആരാധനയിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കുകയും ചെയ്യണം. ഈ ലോകത്ത് നമ്മളിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഓരോ പ്രവർത്തനവും അല്ലാഹു സുബ്ഹാനഹു തആലയുടെ തൃപ്തിക്കും പ്രീതിക്കും വേണ്ടി ചെയ്യുമ്പോഴാണ് അല്ലാഹു തആലയെ കണ്ടുമുട്ടുന്ന ഒരാൾക്ക് സന്തോഷപൂർവ്വം കണ്ടുമുട്ടാൻ സാധിക്കുക. ഒരു സൽക്കർമ്മം ചെയ്യുക, ആ സൽക്കർമ്മം സ്വീകരിക്കപ്പെടുക എന്നത് ഒരു സത്യവിശ്വാസിക്ക് കിട്ടുന്ന മഹത്തായ ഭാഗ്യമാണ്. ഒരു കർമ്മം സൽക്കർമ്മമാകുന്നതിന് നിബന്ധനകളുണ്ട്. ഒന്നാമത്തെ നിബന്ധന അള്ളാഹുവിൽ വിശ്വസിച്ച് അള്ളാഹുവിൻ്റെ പ്രീതി കാക്ഷിച്ചു ചെയ്യുക എന്നതാണ്. പ്രതിഫലം ആഗ്രഹിക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ്. രണ്ടാമത്തേത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണോ ഒരു കർമ്മം ചെയ്തത് അതേ സ്വഭാവത്തോടുകൂടി, അതേ മാതൃകയോടുകൂടി, അതേ ഘടനയോടുകൂടി പ്രവർത്തിക്കുക എന്നതാണ്. പല ആളുകളും സ്വന്തത്തിന് തോന്നുന്നതോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും അടിസ്ഥാനരഹിതമായി കേട്ടതോ അല്ലെങ്കിൽ മനസ്സിൽ തോന്നുന്ന നന്മകളോ ചെയ്യുന്നു. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബത്ത് റളിയല്ലാഹു അൻഹും അവരുടെ കർമ്മങ്ങളോട് കൂടിച്ചേരുന്നുണ്ടോ, താരതമ്യം ചെയ്താൽ അത് ചേർത്തു വെക്കാൻ പറ്റുമോ എന്ന് ചിന്തിക്കുന്നവർ വളരെ കുറവാണ്. പലരും വിശ്വസിക്കുന്നത് ഒരു നല്ല കാര്യമല്ലേ, അത് ചെയ്തുകൂടെ എന്നാണ്. ഏതു നല്ല കാര്യമായാലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയുള്ള കാര്യമേ നല്ല കാര്യമാവുകയുള്ളൂ. കാരണം എന്തെന്ത് നന്മയുണ്ടോ, സ്വർഗത്തിലേക്ക് എത്തുന്ന മുഴുവൻ നന്മകളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. നരകത്തിലേക്ക് പോകാൻ സാധ്യതയുള്ള എല്ലാ തിന്മകളെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിക്കുകയും ചെയ്തു. ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽഅഖ്സരീന അഅമാലാ الذين ضل سعيهم في الحياة الدنيا وهم يحسبون أنهم يحسنون صنعا أولئك الذين كفروا بآيات ربهم ولقائه فحبطت أعمالهم فلا نقيم لهم يوم القيامة وزنا. നബിയെ പറയുക, കർമ്മങ്ങൾ ഏറ്റവും നഷ്ടകരമായി തീർന്നവരെ സംബന്ധിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? ഐഹിക ജീവിതത്തിന് തങ്ങളുടെ പ്രയത്നം പിഴച്ചുപോയവരത്രയവർ. അവർ വിചാരിക്കുന്നതാകട്ടെ തങ്ങൾ നല്ല പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. തങ്ങളുടെ രക്ഷിതാവിൻ്റെ ദൃഷ്ടാന്തങ്ങളിലും അവനുമായി കണ്ടുമുട്ടുന്നതിലും വിശ്വസിക്കാത്തവരത്രയവർ. അതിനാൽ അവരുടെ കർമ്മങ്ങൾ നിഷ്ഫലമായി പോയിരിക്കുന്നു. അതിനാൽ നാം അവർക്ക് ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ യാതൊരു തൂക്കവും നിലനിർത്തുകയില്ല. നാളെ മീസാനിൽ ഒരു കർമ്മം തൂങ്ങണമെങ്കിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവർത്തിച്ച കർമ്മത്തോടത് ചേർന്ന് നിൽക്കണം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആചരിച്ചതിനോട് ചേർന്ന് നിൽക്കണം. തങ്ങളുടെ രക്ഷിതാവിൻ്റെ ദൃഷ്ടാന്തങ്ങളിലും രക്ഷിതാവിനെ കണ്ടുമുട്ടുന്നതിലും വിശ്വസിക്കുന്നവർ തൻ്റെ കർമ്മങ്ങൾ നന്നാക്കും. കർമ്മങ്ങൾ നന്നാക്കണമെങ്കിൽ വഹി അനുസരിച്ചുള്ള കർമ്മങ്ങൾ ചെയ്യണം. ذلك جزاؤهم جهنم بما كفروا واتخذوا آياتي ورسلي هزوا. അതത്രേ അവർക്കുള്ള പ്രതിഫലം. വിശ്വസിക്കുകയും എൻ്റെ ദൃഷ്ടാന്തങ്ങളെയും ദൂതന്മാരെയും പരിഹാസ്യമാക്കുകയും ചെയ്തതിൽ അവിശ്വസിക്കുകയും എൻ്റെ ദൃഷ്ടാന്തങ്ങളെയും ദൂതന്മാരെയും പരിഹാസ്യമാക്കുകയും ചെയ്തതിനുള്ള ശിക്ഷയായ നരകം കിട്ടും. എപ്പോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാത്ത ഒരു കാര്യം ചെയ്യുകയും ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് മാതൃകയുള്ളതാണെന്ന് വിചാരിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്താൽ എങ്ങനെയാണ് ഒരു കർമ്മം സ്വീകരിക്കാൻ? എന്തൊക്കെ നിബന്ധനകളാണുള്ളത്? വമൻ അറാദൽ ആഖിറ വസഅ ലഹാ സഅയഹാ വഹുവ മുഅ്മിൻ ഫൗലൈക കാന സഅയുഹും മഷ്കൂറാ. വമൻ അറാദൽ ആഖിറ, ഒരു പ്രവർത്തനം ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ പരലോകത്ത് കിട്ടുന്ന പ്രതിഫലത്തെക്കുറിച്ച് ആഗ്രഹിക്കുകയും ചിന്തിക്കുകയും അത് കിട്ടുമെന്ന് നിരൂപിക്കുകയും ചെയ്യണം. അതിൻ്റെതായ പരിശ്രമം നടത്തണം. എന്താ അതിൻ്റെതായ പരിശ്രമം നടന്നാൽ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക സ്വീകരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. മുഅ്മിനുൻ, അവൻ വിശ്വാസിയായിരിക്കണം. അള്ളാഹുവിലും പ്രവാചകന്മാരിലും മലക്കുകളിലും കിതാബിലും യൗമിൽ ഖിയാമത്തിലും ഖലാ ഖദർ
ഖദറിലുമൊക്കെ 6 വിശ്വാസകാര്യങ്ങൾ അച്ചട്ടു വിശ്വസിച്ച് പ്രവർത്തിക്കുന്നവന്റെ പ്രവർത്തനം മാത്രമേ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. അവിടെ പ്രയത്നമുണ്ടല്ലോ, അള്ളാഹു അത് നന്ദിയോടുകൂടി സ്വീകരിക്കും. ഈ അടിസ്ഥാനത്തിൽ നമ്മിലേക്ക് കടന്നു വന്നിട്ടുള്ള ഒരു മാസമായ ശഅബാൻ മാസത്തെ കുറിച്ചാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ നടക്കുന്ന എന്താണ് ശഅബാൻ മാസത്തിലെ ആചരിക്കേണ്ടത്, എന്താണ് ശഅബാൻ മാസത്തിൽ അനാചാരമായി കാലാകാലങ്ങളിലായി ഇതിലേക്ക് കടത്തിക്കൂട്ടിയത് അല്ലെങ്കിൽ കടന്നു വന്നത് എന്ന് നമ്മൾ കൃത്യമായി ചിന്തിക്കണം. അള്ളാഹു ചില മാസങ്ങൾക്കും ദിവസങ്ങൾക്കും പ്രത്യേകത നൽകിയിട്ടുണ്ട്. റജബ്, മുഹറം, ദുൽഖഅദ, ദുൽഹിജ്ജ ഇതിനൊക്കെ പ്രത്യേകത പറഞ്ഞിട്ടുണ്ട്. അതേപോലെ റമദാൻ മാസത്തിന് ധാരാളമായി പ്രത്യേകത പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ശഅബാൻ മാസത്തിനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകത പറഞ്ഞു തന്നിട്ടുണ്ട്. സൽക്കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന മാസം ശഅബാനിലാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തിങ്കളാഴ്ച കർമ്മം മേലേക്ക് ഉയർന്നു പോകും, വ്യാഴാഴ്ച കർമ്മം മേലേക്ക് ഉയർന്നു പോകും. എന്നാൽ ഒരു വർഷത്തിലുള്ള കർമ്മം ആകാശത്തേക്ക് ഉയർന്നു പോകുന്ന സമയം അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ മാസം ലോകങ്ങളുടെ റബ്ബായ അല്ലാഹുവിങ്കലേക്ക് സൽക്കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്നത് അതിലാകുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി ഈ മാസത്തിൽ നോമ്പ് അനുഷ്ഠിച്ചിരുന്നു. ഉമ്മുൽ മുഅ്മിനീന ആയിഷ റളിയല്ലാഹു അൻഹാ ഖാലത് ലം യകുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു ശഹ്റൻ അക്തറ മിന ശഅബാൻ ഫഇന്നഹു കാന യസൂമു ശഅബാൻ കുല്ലുഹു. ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ശഅബാൻ മാസത്തേക്കാൾ ധാരാളമായി മറ്റൊരു മാസങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് അനുഷ്ഠിക്കാറുണ്ടായിരുന്നില്ല. അവിടുന്ന് ശഅബാൻ മുഴുവനായും നോമ്പ് അനുഷ്ഠിച്ചിരുന്നു എന്ന് ആയിഷ ബിബി റളിയല്ലാഹു അൻഹയുടെ ഹദീസിൽ വന്നിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ മറ്റൊരു റിവായത്തിൽ വലം അറഹു സ്വായിമൻ മിൻ ശഹരിൻ ഖത്തുൻ അക്തറു മിൻ സിയാമിഹി മിന ശഅബാൻ കാന യസൂമു ശഅബാൻ കുല്ലുഹു വകാന യസൂമു ശഅബാൻ ഇല്ലാ ഖലീല. ശഅബാൻ മാസത്തിലെ നോമ്പിനേക്കാൾ ധാരാളമായി മറ്റൊരു മാസത്തിലും അവിടുത്തെ നോമ്പുകാരനായി ഞാൻ കണ്ടിട്ടില്ല. വളരെ കുറഞ്ഞ ദിവസങ്ങളൊഴികെ ശഅബാൻ മുഴുവനായും ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് നോൽക്കാറുണ്ടായിരുന്നു. ഇമാം നവവി റഹ്മത്തുള്ളാഹി ഇതിനെ കുറിച്ച് പറയുന്നു, വബയാനി അന്ന ഖൗലഹ കുല്ലുഹു ഗാലിബ. ഇമാം നവവി റഹ്മത്തുള്ളാഹി പറഞ്ഞു, ശഅബാൻ മുഴുവനായും എന്ന് പറഞ്ഞാൽ ഭൂരിഭാഗവും എന്നാണ് അർത്ഥം. അപ്പൊ ശഅബാനിൽ നോമ്പ് നോൽക്കാൻ ധാരാളമായ പ്രോത്സാഹനം നൽകിയിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വ്യാഴാഴ്ച ദിവസത്തെ നോമ്പിനെ കുറിച്ച് ചോദിച്ചപ്പോൾ, അന്നാണ് കർമ്മം ഉയർത്തപ്പെടുന്നത്, നോമ്പുകാരനായിരിക്കെ എൻ്റെ കർമ്മം ഉയർത്തപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. ശഅബാൻ പകുതിയിലെ രാത്രിയിൽ അല്ലാഹു അവൻ്റെ അടിയാറുകൾക്ക് പാപമോചനം നൽകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ലയഖ്തലിഅ ഫീ ലൈലത്തിൻ നിസ്ഫിൻ മിന ശഅബാൻ ഫയഗ്ഫിറു ലിജമീഇ ഖൽഖിഹി ഇല്ലാ ലിമുശ്രികിൻ ഔ മുശാഹിൻ. നിശ്ചയമായും അല്ലാഹു ശഅബാൻ പകുതിയുടെ രാവിൽ 15-ാം രാവിൽ അവൻ്റെ പടപ്പുകളിലേക്ക് നോക്കുക തന്നെ ചെയ്യും. എന്നിട്ട് അവൻ്റെ എല്ലാ സൃഷ്ടികൾക്കും പുറത്തു കൊടുക്കും, മുശ്രിക്കിനും മുശാഹിനും ഒഴികെ, ശിർക്ക് ചെയ്തവനും മുശാഹിനും ഒഴികെ. ഖാല ഇമാം ഇബ്നു അസീർ റഹ്മഹുല്ല പറഞ്ഞു, അൽ മുശാഹിനു ഹുവ മുആദി. മുശാഹിൻ എന്നാൽ ശത്രുതയും പകയും മനസ്സിൽ വെച്ചവൻ, മറ്റുള്ളവരോട് പിണങ്ങിയവൻ, മറ്റുള്ളവരോട് ദേഷ്യപ്പെട്ടവൻ, മറ്റുള്ളവരോട് മിണ്ടാതെ നടക്കുന്നവൻ, അവൻ എൻ്റെ ശത്രുവാണ് എന്നൊരു മനുഷ്യനെ പ്രഖ്യാപിച്ചു നടക്കുന്നവൻ. ആ ജന്മശത്രുക്കളായി ചില ആളുകളെ വിചാരിക്കുന്നവൻ്റെ കർമ്മം ശഅബാൻ മാസത്തിൽ മുകളിലേക്ക് ഉയരുകയില്ല. പിണങ്ങി നിൽക്കുന്നവരുടെ കർമ്മം ശഅബാൻ മാസത്തിൽ മുകളിലേക്ക് ഉയരുകയില്ല. പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇമാം ഔസാഇ റഹ്മത്തുള്ളാഹി പറയുകയാണ്, അറാദ ബിൽ മുശാഹിനി ഹാകുനാ സാഹിബുൽ ബിദ്അ വമുഫാരിഖുൽ ജമാഅത്തിൽ ഉമ്മ. ഈ ഒരു ഉമ്മത്തിൽ ഫിർഖത്തുണ്ടാക്കുകയും ബിദ്അത്തുകാരനായി ജീവിക്കുകയും ചെയ്യുന്നവൻ എന്നാണ് മുശാഹിൻ എന്നതിൻ്റെ അർത്ഥമെന്ന് ഔസാഇ റഹ്മത്തുള്ളാഹി പറയുന്നുണ്ട്. അബീ തഅലബത്തുൽ ഖുശരി
قال النبي صلى الله عليه وسلم إن الله يطلع على عباده في ليلة النصف من شعبان فيغفر للمؤمنين فيملي للكافرين ويدع أهل الحقد بحقدهم حتى يدعوه. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിശ്ചയമായും അല്ലാഹു ശഅബാൻ പകുതിയുടെ രാവിൽ 15-ാം രാവിൽ തന്റെ അടിയാറുകളിലേക്ക് നോക്കും. എന്നിട്ട് സത്യവിശ്വാസികൾക്ക് പുറത്തു കൊടുക്കുകയും കാഫിറുകൾക്ക് അവധി നീട്ടിക്കൊടുക്കുകയും പരസ്പരം പകയിലും വിദ്വേഷത്തിലും കഴിയുന്നവരെ അവരത് ഉപേക്ഷിക്കുന്നതുവരെ പരിഗണിക്കാതെ ഒഴിവാക്കുകയും ചെയ്യും. എങ്ങനെ? സത്യവിശ്വാസിക്ക് പുറത്തു കൊടുക്കും. കാഫിറാണെങ്കിൽ അവന് നീട്ടിക്കൊടുക്കും, അവസരം നീട്ടിക്കൊടുക്കും. സത്യവിശ്വാസിയായി ഖേദിച്ചു മടങ്ങാനുള്ള അവസരത്തിലേക്ക് അവന് നീട്ടിവെച്ചു കൊടുക്കും. എന്നാൽ പകയിലും വിദ്വേഷത്തിലും ജീവിക്കുന്നവനോ അവൻ ആ പകയും വിദ്വേഷവും തീർക്കുന്നതുവരെ അവന്റെ കർമ്മത്തെ മേലേക്ക് ഉയർത്താതെ ഇവിടെ വെച്ച് അങ്ങനെ നിൽക്കും ആ കർമ്മങ്ങൾ. ശഅബാനിലെ അനാചാരങ്ങളെ കുറിച്ച് മനസ്സിലാക്കണം. ഓരോ സന്ദർഭങ്ങളിലും മുസ്ലിങ്ങൾക്ക് ആചാരവും അനാചാരവും കടന്നു വന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ശഅബാൻ മാസവുമായി ബന്ധപ്പെട്ട് ഇന്ന് ജനങ്ങൾ ആചരിച്ചു വരുന്നത് എന്തിനെയൊക്കെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയുള്ളത് എന്ന് പരിശോധിച്ചു നോക്കണം. അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ഉരക്കല്ലേതാ? സഹാബത്ത് റളിയല്ലാഹു അൻഹും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, താബിഈങ്ങൾ, തബഉ താബിഈങ്ങൾ അവർ ചെയ്ത കർമ്മങ്ങളാണോ നമ്മൾ ചെയ്യുന്നത്? അത് ഇസ്ലാമാണ്. അവർ ചെയ്യുന്ന കർമ്മങ്ങളല്ലേ നമ്മൾ ചെയ്യുന്നത്? അത് ഇസ്ലാമല്ല. ശഅബാനിൽ മുസ്ലിം സമൂഹത്തിൽ ചിലർ ആചരിക്കുന്ന ബിദ്അത്തുകളെ കുറിച്ച് നോക്കാം. ഒന്നാമത്തത് ശഅബാൻ 15-ന് പ്രത്യേകമായുള്ള നോമ്പ്. അങ്ങനെയല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ശഅബാൻ മുഴുവൻ നോമ്പ് കൊണ്ട് ഹയാത്താക്കിയിരുന്നു. ബറാത്ത് നോമ്പ് എന്ന പേരിൽ പൊതുവെ ആളുകൾ പറഞ്ഞു വരാനുള്ള നോമ്പാണിത്. ഇത് അനാചാരമാണ്. ശഅബാൻ മാസത്തിൽ പൊതുവെ നോമ്പ് പിടിക്കലും ശഅബാൻ മാസത്തിൽ ഭൂരിഭാഗം ദിവസം നോമ്പെടുക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്. അങ്ങനെ 15-ന് നോമ്പെടുക്കുന്നവന് 15-ാമത്തെ തീയതി നോമ്പെടുക്കാം. എങ്ങനെയാണെങ്കിൽ അയ്യാമുൽ ബിഅ് എല്ലാ മാസത്തിലും 13, 14, 15-ന് നോമ്പെടുക്കാം. അതേപോലെ ശഅബാൻ മാസത്തിലും 13, 14, 15-ന് നോമ്പെടുക്കാം. ആ ഒരു ദിവസം മാത്രമാക്കി ബറാഅത്ത് നോമ്പെന്ന് പേരിട്ട് നോമ്പ് നോൽക്കുന്നുണ്ടെങ്കിൽ അത് ബിദ്അത്തിന്റെ നോമ്പായി മാറുമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ദാവൂദ് നബി അലൈഹിസ്സലാമയുടെ നോമ്പിനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഒരു ദിവസം നോമ്പെടുക്കും, ഒരു ദിവസം നോമ്പ് ഒഴിവാക്കും, ഒരു ദിവസം നോമ്പെടുക്കും, ഒരു ദിവസം, ഇങ്ങനെ ഒന്നിടവിട്ട് നോമ്പ് നോൽക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിച്ചു. കാരണം അത് ദാവൂദ് നബി അലൈഹിസ്സലാമയുടെ നോമ്പാണ്. ആ നിലക്കെല്ലാം ശഅബാൻ 15-ന് ഒരാൾ നോമ്പെടുക്കുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പരിധിക്കുള്ളിലാണ്. എന്നാൽ അതല്ലാതെ ശഅബാൻ 15-ന് മാത്രം പ്രത്യേകമായ നോമ്പുണ്ട് എന്ന് വാദിക്കുകയും ബറാഅത്ത് നോമ്പ് എന്ന പേരിൽ ആളുകളോട് ശഅബാൻ 15-ന് നോമ്പെടുക്കാൻ കൽപ്പിക്കുകയും ചെയ്യുന്നത് അത് ഇസ്ലാമിൽ കടത്തിക്കൂട്ടിയ ഒരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കണം. ഇദാ കാന ലൈലത്തുൻ നിസ്ഫു മിന ശഅബാൻ ഫഖൂമു ലൈലഹാ വസൂമു നഹാറഹാ. നിങ്ങൾ ശഅബാൻ 15 രാവിലെ നിങ്ങൾ നമസ്കരിക്കുകയും പകലിൽ നിങ്ങൾ നോമ്പെടുക്കുകയും ചെയ്യുക എന്നുള്ള ഹദീസ് കെട്ടിയുണ്ടാക്കപ്പെട്ട ഹദീസാണ് എന്ന് മുഹദ്ദിസീങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. രണ്ടാമത്തത് ശഅബാൻ 15-ന്റെ രാവിലെ സ്വലാത്തുൽ അൽഫിയ എന്നൊരു നമസ്കാരം. ശഅബാൻ 15-ന്റെ രാവിലെ സ്വലാത്തുൽ അൽഫിയ എന്ന നമസ്കാരം, അതിന് യാതൊരു പ്രമാണവുമില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചിട്ടില്ല. സഹാബത്ത് റളിയല്ലാഹു അൻഹും ഖുലഫാഉർ റാഷിദീങ്ങളും ആരും മുത്തബിഉ സുന്നകളും ആരും ഇത് ആചരിച്ചിട്ടില്ല. ശഅബാൻ 15-ന് 100 റക്അത്ത് നമസ്കരിക്കുകയും ഓരോ റക്അത്തിലും 10 വീതം തവണ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുക എന്ന പ്രത്യേക നമസ്കാരത്തിനാണ് സ്വലാത്തുൽ അൽഫിയ എന്ന് പറയുക. അങ്ങനെ ഒരു നമസ്കാരം ഇസ്ലാമിലില്ല, അത് കടത്തിക്കൂട്ടിയതാണ്. അതിനെക്കുറിച്ച് ഇമാം നവവി റഹ്മഹുല്ലാഹ് പറയുന്നു, അസ്സലാത്തുൽ മഅറൂഫ ബിസ്സലാത്തുർ റഗായിബ് وهي 12 ركعة تصلي بين المغرب والعشاء ليلة أول الجمعة في رجب وصلاة ليلة نصف شعبان 100 ركعة وهاتان صلاتان بدعتان منكران. صلاة الرغائب എന്നറിയപ്പെടുന്ന ആഗ്രഹ സഫലീകരണത്തിന്റെ നമസ്കാരം, അതായത് റജബ് മാസത്തിലെ ആദ്യത്തെ ജുമാ ദിവസം മഗ്രിബിനും ഇശാക്കും ഇടയിൽ നമസ്കരിക്കുന്ന 12 റക്അത്ത് നമസ്കാരം,
അതുപോലെ ശഅബാൻ 15 നമസ്കരിക്കുന്ന 100 റക്അത്ത് നമസ്കാരം, ഇവ രണ്ടും വെറുക്കപ്പെട്ടതും ബിദ്അത്തുമാണെന്ന് ഇമാം നവവി റഹ്മത്തുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തെ കാര്യം, ശഅബാൻ 15 രാവിൽ പ്രത്യേക എണ്ണം സൂറത്തു യാസീൻ പാരായണം ചെയ്യൽ പ്രമാദബദ്ധമായി സ്ഥിരപ്പെടാത്ത ഒരു കാര്യമാണ്. യാതൊരു ഹദീസും ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടില്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതൊക്കെ പറയുന്നത് എന്തിനാ? മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാത്ത ഒരു കാര്യം ദീനിലുണ്ടെന്ന് പറഞ്ഞാൽ അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവിശ്വസിച്ചതിന് തുല്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നതിൽ വിശ്വസിക്കുകയും അത് തന്നെ ധാരാളം പ്രവർത്തിക്കാനുണ്ടാവുകയും ചെയ്തിരിക്കെ എന്തിനാണ് അതിൽ നിന്ന് മാറിപ്പോകുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. നാലാമത്തെ കാര്യം, ശഅബാൻ 15 ആഘോഷിക്കൽ, ശഅബാൻ 15 ഒരാഘോഷമാക്കിയെടുക്കൽ, അത് ബിദ്അത്താണ്. അത് ദീനിലേക്ക് വന്ന പുത്തനാചാരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നത് 3 ആഘോഷങ്ങളാണ്: ഈദുൽ അദ്ഹ, ഈദുൽ ഫിത്ർ, അതേപോലെ മുസ്ലിങ്ങൾക്കുള്ള ആഘോഷമാണ് വെള്ളിയാഴ്ച ദിവസം. ഇതിനപ്പുറം ഒരു ആഘോഷമില്ല. അതുകൊണ്ട് തന്നെ ശഅബാൻ 15 രാവിൽ മധുരം കൊടുത്തും പ്രത്യേക ഭക്ഷണം പാകം ചെയ്തുമൊക്കെ ആഘോഷിക്കുന്നത് ദീനിലില്ലാത്തതാണ് എന്ന് മനസ്സിലാക്കാൻ. അഞ്ചാമത്തെ കാര്യം, ആയുസ് വർദ്ധിക്കാനും അപകടങ്ങൾ നീങ്ങാനും പ്രത്യേകമായി ശഅബാൻ 15 6 റക്അത്ത് നമസ്കരിക്കുന്ന ഒരു ബിദ്അത്ത് നിലവിലുണ്ട്. ഇതൊക്കെ മുകളിൽ പറഞ്ഞ ഈ കാര്യമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും മാതൃകയില്ലാത്തതും സഹാബത്തോ താബിഈങ്ങളോ തബഉ താബിഈങ്ങളോ 4 ഇമാമമാരോ ചെയ്യാത്ത കാര്യമാണ്. ഇത്തരം പുത്തനാചാരങ്ങൾ വെടിഞ്ഞ് ഖുർആനും തിരുസുന്നത്തും അനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കാൻ നമ്മൾ പരിശ്രമിക്കണം. കാരണം റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ റബ്ബ് തന്ന ദീനിൽ വെള്ളം ചേർത്തവരായി മുദ്ര കുത്തപ്പെട്ട് അവിടെ എത്തിയിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുകരങ്ങൾ കൊണ്ട് ഹൗദിലെ വെള്ളം കിട്ടാതെ നിരാശപ്പെടുന്ന ആളുകളിൽ നമ്മൾ പെട്ടുപോയാൽ അത് വലിയ ഖേദത്തിന് കാരണമാകും. എന്തൊക്കെയാണ് ദീനിൽ ശഅബാൻ മാസത്തിൽ നമ്മൾ പുലർത്തേണ്ടത് എന്ന് നമ്മൾ പറഞ്ഞു. ഈ ശഅബാൻ മാസത്തിൽ ധാരാളമായി നോമ്പ് നോൽക്കുക. പ്രത്യേകമായി സ്ത്രീകൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, റമദാനിലേക്ക് 1 മാസം കൂടിയേ ഇനി ഉള്ളൂ. നോമ്പ് പോയ രോഗികളുണ്ടെങ്കിൽ, നോമ്പ് പോയ സ്ത്രീകളുണ്ടെങ്കിൽ ഈ മാസം ആദ്യത്തിൽ തന്നെ അത് നോറ്റുകൂട്ടുന്നൊരവസ്ഥ ഇതുവരെ നീട്ടിവെക്കേണ്ട ആവശ്യമില്ല. ഇനി ആർക്കെങ്കിലും കടമുണ്ടെങ്കിൽ അത് റമദാനെത്തുന്നതിന് മുമ്പ് തീർക്കണേ എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അത് അവസാനത്തിലേക്ക് മാറ്റിവെക്കേണ്ട ആവശ്യമില്ല. ശഅബാൻ ആദ്യത്തിൽ തന്നെ നോമ്പെടുത്ത് തുടങ്ങുക, എന്നിട്ട് വീട്ടുക. കാരണം ആ റമദാനോടടുത്തൊരു പനി വന്നാൽ, ഒരു രോഗിയായാൽ പിന്നെയും ആ നോമ്പ് കടമായി അവിടെ നിലകൊള്ളും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ സമയത്തും എന്താണ് പ്രവർത്തിച്ചതെന്ന് പഠിക്കാനും മനസ്സിലാക്കാനും മനസ്സിരുത്തി അത് പ്രവർത്തിക്കാനും അതുമൂലം സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാനുമുള്ള തൗഫീഖിനെ അല്ലാഹു തആല നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. ബിസ്മില്ലാഹിൽ ഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നോടും തുടർന്ന് നിങ്ങളോടും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മുടെ കണ്ണിനേക്കാൾ, കാതിനേക്കാൾ, മനസ്സിനേക്കാൾ, ഹൃദയത്തേക്കാൾ, സ്വന്തം ശരീരത്തേക്കാൾ, നഷ്ടപ്പെട്ടു പോകുമെന്ന്, നഷ്ടം വരുമെന്ന കച്ചവടത്തേക്കാൾ, നമ്മുടെ വീടിനേക്കാൾ, നമ്മുടെ വാഹനത്തേക്കാൾ ആരിഷ്ടപ്പെടുന്നുവോ അവനാണ് മുഅ്മിൻ. അവന് മാത്രമേ നാളെ സ്വർഗം ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഓരോ കാര്യവും പ്രതിഫലാർഹമാകണമെങ്കിൽ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത കർമ്മങ്ങളോട് ചേർന്ന് നിൽക്കുന്ന കർമ്മങ്ങളായിരിക്കണം. വഹിയാണ് ദീന്, വഹിയാണ് ദീന്. വഹി അനുസരിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതാണ് ദീന് എന്ന് മനസ്സിലാക്കി ഒരു കാര്യം ആചാരമാണോ അനാചാരമാണോ എന്ന് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. സഹാബത്ത് റളിയല്ലാഹു അൻഹും അവരെന്താണ് ചെയ്തത് റമളാനിൽ? അവരെന്താണ് ശഅബാനിൽ ചെയ്തത്? അവരെന്താണ് റബീഉൽ അവ്വൽ ചെയ്തത്?
അവരെന്താണ് ദുൽഹിജ്ജയിൽ ചെയ്തത്, അവരെന്താണ് മുഹറത്തിൽ ചെയ്തത്, അവരെന്താണ് മരണത്തിൻ്റെ സമയത്ത് ചെയ്തത്, അവരെന്താണ് നിക്കാഹിൻ്റെ സമയത്ത് ചെയ്തത്. ഇതൊക്കെ നമ്മൾ പഠിക്കണം, മനസ്സിലാക്കണം, ചിന്തിക്കണം, അതനുസരിച്ച് പ്രവർത്തിക്കണം. അപ്പോഴേ നമ്മൾ അള്ളാഹുവിൻ്റെ വിശാലമായ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയുള്ളൂ. സ്വർഗത്തിലെത്തേണ്ട മുഴുവൻ നന്മകളും നബിയുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. നരകത്തിൽ നിന്ന് രക്ഷപ്പെടേണ്ട മുഴുവൻ കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് വിരോധിച്ചിട്ടുണ്ട്. ഇങ്ങനെ പ്രവർത്തിക്കാത്തവന് രണ്ടാമത്തെ ഷഹാദത്തായ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്നത് നഷ്ടപ്പെട്ടു പോകും. അത് നഷ്ടപ്പെട്ടാൽ നാളെ പരലോകത്ത് നമ്മൾ കഷ്ടപ്പാടിലായി പോകും. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കാത്തവൻ നരകത്തിൽ മുഖം കുത്തി വീഴുകയും മുഖം വലിക്കപ്പെടുകയും മുഖം കരിക്കപ്പെടുകയും മുഖം തിരിച്ചിടപ്പെടുകയും അവൻ കുടിക്കുന്ന നരകത്തിലെ പാനീയം കൊണ്ട് അവൻ്റെ മുഖം അതിലേക്ക് ഉരുകിച്ചാടുകയും ചെയ്യും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറങ്ങിയ ഖുർആനിൽ ഇതിനെപ്പറ്റി ധാരാളം ആയത്തുകൾ പറഞ്ഞിട്ടുണ്ട്. ശിക്ഷ കിട്ടാതിരിക്കാൻ, രക്ഷ കിട്ടാൻ, സ്വർഗത്തിലെത്താൻ ആഗ്രഹിക്കുന്നവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനിനെ കുറിച്ച് പഠിക്കലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പഠിക്കലും അത്യാവശ്യമാണ്, അനിവാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ അങ്ങേയറ്റം ഇഷ്ടപ്പെട്ട, അതിനു വേണ്ടി ത്യാഗം സഹിക്കുന്ന സത്യവിശ്വാസികളിൽ അല്ലാഹു തആല നമ്മളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു തആല അർഹമായ പ്രതിഫലവും ശിഫാവും ആജിലും പ്രദാനം ചെയ്യുമാറാകട്ടെ. കടം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഹലാലായ മാർഗത്തിലൂടെ കടം വീട്ടാനുള്ള നല്ല തൗഫീഖിനെ അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. മാതാപിതാക്കളോടും മക്കളോടും ബന്ധുക്കളോടും ഒപ്പം സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള തൗഫീഖിനെ അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്നും മരിച്ചു പോയ ആളുകൾ അവിടെ ഖബർ വിശാലമാക്കി അവരെയും നമ്മളെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അലയിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്.